നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പണിമുടക്കും നടത്തി. കട്ടപ്പന ഓക്സിലിയം സ്കൂൾ ജംഗ്ഷനിലെ CWSA ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ കമ്മിറ്റി അംഗം സാബു കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കടവുകളും ആനകളും ഒക്കെ കയറി ഇറങ്ങി ഓരോ കുടുംബത്തിലൂടെ നടക്കുമ്പോൾ സമാധാനമില്ലാതെ ഒരു നേരം അന്തി ഉറങ്ങുവാൻ പോലും കഴിയാതെ നെട്ടോട്ടമോടുന്ന ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് കൃത്യമായി കണ്ണു തുറന്നില്ല എങ്കിൽ കൃത്യമായി കണ്ണു തുറപ്പിക്കുവാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ആ ശേഷിയുള്ളത് എങ്ങനെയാണ്? അടിച്ചോ പിടിച്ചോ ഒന്നുമല്ല, ഞങ്ങളുടെ വിരൽ തുമ്പിലുണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലൂടെ ആയാലും ഞങ്ങൾ അത് കൃത്യമായി ചെയ്യുവാൻ ശേഷിയുള്ളവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് കാണിച്ചു കൂട്ടിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയുവാൻ ഇഷ്ടം പോലെയുണ്ട് കാര്യങ്ങൾ. നിങ്ങൾക്കും അറിയാം, മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടുകെട്ട് വായിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പൊ CWSAയുടെ പ്രവർത്തകർ ഇവിടെ വന്ന് പ്രസംഗം നടത്തുന്നു, തെരുവിലൂടെ സമരം ചെയ്യുന്നു. എന്നാ സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവർ വിലയിരുത്തി വെച്ചിരിക്കുക. മെറ്റൽ, മണൽ എന്നിവയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കുക, അന്യ ജില്ലകളിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതും അമിത പിഴ ഈടാക്കുന്നതും അവസാനിപ്പിക്കുക, കൊമേഴ്സ്യൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുക, പുഴകളിലെയും ഡാമുകളിലെയും മണൽ ഖനനം പുനരാരംഭിക്കുക, നിർത്തിവച്ചിരിക്കുന്ന ക്വാറികൾ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയോ സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ജോസ് സെൽവരാജ്, സെക്രട്ടറി ജോൺസൺ മാത്യു, സുരേഷ് മീനച്ചിറ, സതീഷ് PS, റജി പൗലോസ്, ബിജു പമ്പാവാസൻ എന്നിവർ നേതൃത്വം നൽകി.